ഏട്ടായി എന്താണ് ഏട്ടായി ഇന്ന് ഓഫീസിൽ പോകണ്ടല്ല. വേണ്ട. അപ്പൊ നമുക്ക് ഉച്ചക്ക് ശേഷം സിനിമക്ക് പോയാലോ? എന്താണ് സിനിമ പോവാ? ഞാനന്നല്ലേ വേഗം പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ ഏട്ടാ. ചെല്ലി ഞാൻ ടിക്കറ്റ് ഉണ്ടോ നോക്കാം. അമ്മ എന്തൊരു വാർത്ത കാണ? അതില്ലേ ഉച്ചക്ക് ശേഷമേ നമുക്കൊരു സിനിമക്ക് പോവാ. എനിക്ക് എന്തായാലും ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഉച്ചക്ക് ശേഷം നമുക്ക് സിനിമക്ക് പോട്ടെ. അതെന്താണ് അമ്മയും വാ. അമ്മ ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. അടിപൊളി പടമാണ്. അമ്മയെ വന്നേ സമയമാകുമ്പോ ഞാൻ പറയാം. അപ്പൊ യാത്ര ചെയ്യാൻ മതി കേട്ടാ. എന്റെ മാളു ഇവിടെ വന്നിരിക്കണ. ഞാൻ എന്തുവരെ നേരം വിളിക്കണത്? പണിയൊക്കെ കഴിഞ്ഞാ സിനിമക്ക് പോണ്ടേ? എന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ സിനിമക്ക് വന്നില്ല. സിനിമക്ക് വന്നില്ല? ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചാ പിന്നെ എന്തിനാണ് നീ അല്ലേ പറയാ സിനിമക്ക് പോവാന്ന്? ഞാൻ വന്നില്ല. ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്ക്. എന്താണ് എന്തുറ്റി പെട്ടെന്ന്? അതെ, നിങ്ങൾ എന്തിനാണ് അമ്മനെ വിളിച്ചത്? സിനിമക്ക് പോവാനേ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാന്നാണ് ഞാൻ വിചാരിച്ചത്. അതിന്റെ ഇടയിൽ വേഗം പോയി അമ്മനെ പോയി വിളിച്ചേക്കണാണ്. നമുക്ക് രണ്ടുപേർക്കും പോയാ പോരെ? അമ്മനെ കൊണ്ടുപോയിട്ട് വല്ല കാര്യമുണ്ടാ? അമ്മയും മോനും കൂടെ പോയാ മതി സിനിമക്ക്. ഞാനൊന്നും വന്നില്ല. എന്റെ മാളു നീ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇനി ഞാൻ എങ്ങനെ ചിന്തിക്കണം? എന്റെ മാളു നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഇന്ന് നീ എന്റെ ഭാര്യയാണ്. നാളെ നീ ഒരു കുഞ്ഞിന്റെ അമ്മയാവും. നിന്റെ മകൻ ഇതുപോലെ നിന്നെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകാണ്ട് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല, നിനക്കെന്നല്ല ലോകത്തൊരച്ഛനമ്മമാർക്കും അത് സഹിക്കാൻ പറ്റൂല. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ, നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ ഇതുപോലെ നമ്മൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി അവർക്ക് വേണ്ട പരിഗണനയും സ്നേഹവും നമ്മൾ കൊടുക്കുമ്പോഴാണ് നാളെ നമ്മുടെ മക്കളിൽ നിന്ന് ഈ ഒരു പരിഗണനയും സ്നേഹവും നമുക്ക് കിട്ടുള്ളൂ. അത് നീ ഒന്ന് മനസ്സിലാക്കിക്കോ. സോറി ഏട്ടായി, ഞാൻ അത്രയും ചിന്തിച്ചില്ല. നമുക്ക് എല്ലാവർക്കും കൂടി സിനിമക്ക് പോവാം. ഈ ഒരു രീതിയിൽ വേണം എല്ലാവരും ചിന്തിക്കാനായിട്ട്. ഒരു കാര്യം ഓർത്തോ, ഒരു കുടുംബത്തിന്റെ സന്തോഷം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയണില്ലേ, ആ വീട്ടിലെ മുതിർന്നവരുടെ മുഖത്തുള്ള പുഞ്ചിരിയാണ്. എന്നാലേ അവിടെ നിന്നും സന്തോഷവും സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടാ. വാണ് നമുക്ക് എല്ലാവർക്കും പോവാം.